നമസ്കാരം. ജമ്മു കാശ്മീരിലെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ച നാട്ടുകാരായ 17 പേരുടെ ശരീരത്തിൽ കീടനാശിനിയായ അഡ്ലിഖാർബിന്റെയും കാഡ്മിയത്തിന്റെയും അംശം കണ്ടെത്തി. ലക്നൌവിലെ CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സിയോളജി റിസർച്ചിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അഥവാ പ്രാഥമിക പരിശോധനയിലാണ് കീടനാശിനികളുടെ സാന്നിധ്യം മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. കീടനാശിനികളിൽ ഉപയോഗിക്കുന്ന അൾഡിഖാർബ്, കാഡ്മിയം എന്നിവയടക്കമുള്ള ന്യൂറോടോക്സികളുടെ അംശമാണ് കണ്ടെത്തിയത്. ഭക്ഷണത്തിലൂടെയാണ് ഇവ ഉള്ളിലെത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം. രജൌരിയിലെ ബദാൽ ഗ്രാമത്തിലാണ് ഡിസംബർ 7 മുതൽ ജനുവരി 19 വരെ തുടർച്ചയായി 17 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. 3 കുടുംബങ്ങളിൽപ്പെട്ടവരാണ് മരിച്ചത്. ഇവരിൽ 13 കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടുന്നു. ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നും വിവാഹ സദ്യ കഴിച്ചവരാണ് മരിച്ചവരെല്ലാം. വിവാഹം നടന്ന വീട്ടിലെ ഗൃഹനാഥൻ അടക്കം 5 പേരാണ് ആദ്യം മരണപ്പെടുന്നത്. പിന്നാലെ അയൽപ്പക്കത്തെ വീട്ടിലുള്ള 2 കുടുംബങ്ങളിലൊന്നായി 12 പേർ മരണപ്പെട്ടു. പനിയും ശരീരവേദനയും അമിതമായ വിയർപ്പും ബോധം മറയലും അടക്കമുള്ള ലക്ഷണങ്ങളാണ് ഇവർ മരണത്തിന് മുമ്പ് പ്രകടിപ്പിച്ചത്. 53 ദിവസമായിട്ടും ഈ ദുരൂഹ മരണത്തിൽ കൃത്യമായ വിശദീകരണം ലഭിക്കാത്തത് കാശ്മീരിലാകെ പരിഭ്രാന്തി വരുത്തിയിരുന്നു. തുടർന്ന് വിവിധ മെഡിക്കൽ കോളേജുകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് ഈ സംഭവം അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ 11 അംഗ വിദഗ്ധ സമിതിയെ, അതായത് ആഭ്യന്തര മന്ത്രാലയത്തിലുള്ള 11 വിദഗ്ധ സമിതിയെ ഇവിടേക്ക് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം നിയോഗിച്ചു. പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണാക്കി ആ പ്രദേശം മുഴുവൻ സീല് ചെയ്തു. 200-ലേറെ പേരെ ആശുപത്രിയിൽ ക്വാറന്റൈനിലുമാക്കി. ഏത് സമയവും കാശ്മീരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മെഡിക്കൽ ടീമിനെയും സജ്ജമായി കേന്ദ്ര സർക്കാർ നിർത്തി. ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് മരണമെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ തുടർച്ചയായ മരണങ്ങൾ സംഭവിച്ച സാഹചര്യത്തിൽ അജ്ഞാത രോഗമാവാം കാരണമെന്ന നിഗമനത്തിൽ മെഡിക്കൽ സംഘം എത്തി. മരണകാരണം വൈറസോ ബാക്ടീരിയോ അല്ല എന്ന് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ ഒരു പൊതുപരിപാടിക്ക് എത്തിയ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂറോടോക്സിനുകളാണ് മരണകാരണമെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെയാണ് എന്തൊക്കെയാണ് ആ ന്യൂറോടോക്സിനുകൾ എന്ന വിവരം പുറത്തു വന്നത്. മരിച്ചവരുടെ ശരീരത്തിനകത്ത് കീടനാശിനിയായ അൾഡിഖാർബിന്റെയും കാഡ്മിയത്തിന്റെയും അംശം കണ്ടെത്തി. ലക്നൌവിലെ CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ചിൽ ആ പരിശോധനയിൽ മരിച്ചവരുടെ ദേഹത്ത് നിന്ന് നടത്തിയ സാമ്പിളുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കീടനാശിനി ഉപയോഗിക്കുന്ന അൾഡിഖാർബിന്റെയും കാഡ്മിയത്തിന്റെയും സാമ്പിളുകൾ കിട്ടിയത്. ഈ പരിശോധനയിലാണ് ന്യൂറോടോക്സിനുകളുടെ അംശം കണ്ടെത്തുന്നത്. ഭക്ഷണത്തിനുള്ളിലൂടെയാണ് ഇവ ഉള്ളിലെത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഇത് ശത്രു രാജ്യം, അതായത് പാകിസ്ഥാനിൽ അടക്കമുള്ള പാകിസ്ഥാൻ പരിശീലിപ്പിച്ചു വിടുന്ന ചാവേറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദികളോ ഇത് ഭക്ഷണത്തിലേക്ക്, അതായത് അവരുടെ ലക്ഷ്യം ഒരുപാട് ആളുകളെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കൊല്ലുക എന്നതാണ് പാകിസ്ഥാൻ തീവ്രവാദികളുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ഈ കല്യാണ സദ്യ കൂടുന്ന ഏരിയകൾ, ഫംഗ്ഷനുകൾ, ഹോട്ടലുകൾ, ഇങ്ങനെയെല്ലാം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണോ ഈ ഒരു അപകടം നടത്തിയത്, ഏതെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്, കീടനാശിനി കലർത്തിയത് എന്നടക്കമുള്ള പരിശോധനയാണ് ഇപ്പോൾ ആഭ്യന്തര